അങ്ങനെ കാത്തിരുന്ന ദിവസം എത്തി. ഞങ്ങൾ ജാനുവിൻ്റെ അരങ്ങേറ്റത്തിന് വേണ്ടി ഗുരുവായൂർക്ക് പോവുകയാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് കുറച്ച് ദിവസത്തെ ലീവിന് ശ്രീയേട്ടനും വന്നിട്ടുണ്ട്. അങ്ങനെ ഒരുപാട് സന്തോഷങ്ങൾ നിറഞ്ഞ ദിവസങ്ങളാണ് ഞങ്ങളുടെ ജീവിതത്തിൽ കടന്നു പോകുന്നത്. ഈ യാത്ര എനിക്ക് ഭയങ്കര സ്പെഷ്യലാണ്. കാരണം എൻ്റെ ലൈഫിലെ ഫസ്റ്റ് ടൈം ട്രെയിൻ യാത്ര എക്സ്പീരിയൻസ് ചെയ്യാൻ പോവുകയാണ് ഞാൻ. അതുകൊണ്ട് തന്നെ ആദ്യമായിട്ടാണ് ട്രെയിൻ അടുത്ത് കാണുന്നത് പോലും. അങ്ങനെ ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആയിട്ടിരിക്കുമായിരുന്നു കേട്ടോ. അങ്ങനെ വീഡിയോ എടുക്കുന്ന കണ്ട് ഞാനൊന്നും പറഞ്ഞില്ലേ രാമനാരായണ എന്ന് പറഞ്ഞ് തിരിഞ്ഞ് നിൽക്കുന്ന എൻ്റെ ഭർത്താവിനെ ഞോണ്ടി വിളിച്ച് ഇങ്ങോട്ട് നോക്ക് എന്ന് പറഞ്ഞൊക്കെ വീഡിയോ എടുക്കുന്ന ഹതഭാഗ്യയായ ഭാര്യയാണ് ഞാൻ. അങ്ങനെ ട്രെയിനിൽ കയറിയപ്പോൾ എനിക്ക് ഭയങ്കര എക്സൈറ്റ്മെൻറ്റ്, എനിക്ക് ഭയങ്കര സന്തോഷം തോന്നി കേട്ടോ. ഇച്ചിരി ക്ലോസ്ട്രോഫോബിയ ഉള്ളതുകൊണ്ടൊരു പേടിയായിരുന്നു. ഇനി അതങ്ങാണം ഫീൽ ചെയ്ത് ട്രെയിൻ യാത്ര മൊത്തം കുളമാക്കുമെന്നൊരു പേടിയായിരുന്നു. പക്ഷേ ഇല്ല, അടിപൊളിയായിരുന്നു കേട്ടോ. അങ്ങനെ അടുത്തിരിക്കുന്നവരടുത്തൊക്കെ ഞാൻ ഫുള്ള് സെറ്റ് ചെയ്ത് വിത്ത് ചായ, ബ്രേക്ക്ഫാസ്റ്റ്, ലഞ്ച്, ഡിന്നർ ഉൾപ്പെടെ എല്ലാം പാക്കപ്പ് ചെയ്താണ് ഞാൻ വന്നതെന്നൊക്കെ ഇത് വർത്താനം പറയുമായിരുന്നു. അങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ചായ കുടിക്കുന്ന ശീലമുള്ളതുകൊണ്ട് ഞാൻ ചായ ഫ്ലാസ്കിൽ കരുതിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ചായയും കുടിച്ച് നല്ലൊരു ഉറക്കവും കഴിഞ്ഞ് എഴുന്നേറ്റപ്പോൾ നോക്കിയപ്പോൾ ശ്രീയേട്ട മൊബൈലും കുത്തി വിൻഡോ സൈഡിൽ ഇങ്ങനെ ഇരിക്കുകയാണ്. അത് കഴിഞ്ഞ് ഞങ്ങൾ ലഞ്ച് കഴിക്കാൻ തുടങ്ങി. ബീട്രൂട്ട് തോരൻ, ചമ്മന്തി, ഉള്ളി തീയൽ, മാങ്ങ അച്ചാറൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു ഞാൻ. അരങ്ങേറ്റം ആയതുകൊണ്ട് തന്നെ ഞാനും മക്കളും കുറച്ച് ദിവസമായിട്ട് വ്രതത്തിലാണ്. പിന്നെ ശ്രീയേട്ടന് പ്രത്യേകിച്ച് വ്രതമൊന്നും ഇല്ലാത്തതുകൊണ്ട് ശ്രീയേട്ടൻ്റെ പൊതിയിൽ കൊഞ്ച് വറുത്തത് വെച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നേ. അങ്ങനെ മക്കളുടെ ലഞ്ചും കഴിഞ്ഞ് ഞാൻ വിശാലമായി ഒന്ന് കാലും നീട്ടി ഉറങ്ങാനായിട്ടിരുന്നപ്പോഴത്തേനും അടുത്ത ആൾക്ക് വിശപ്പായി ഇട്ട് അങ്ങനെ പിന്നെ കാലൊക്കെ മടക്കി വെച്ച് കൊടുത്ത് ലഞ്ച് കഴിക്കാനുള്ള സ്പേസ് കൊടുക്കണമായിരുന്നു. ആകെ ട്രെയിനിൽ കുറച്ച് സ്ഥലമല്ലേ ഉള്ളൂ. അപ്പം നമ്മളെല്ലാവരുടെയും പൊതി കെട്ടി പൊതിയിൽ പേരൊക്കെ എഴുതിക്കൊണ്ടാണ് പോയത്. കാരണം വെജ് നോൺ വെജ് ഒക്കെ ഉള്ളതുകൊണ്ട് മാറിപ്പോകാൻ പാടില്ലല്ലോ. അങ്ങനെ ആദ്യത്തെ ട്രെയിൻ യാത്ര എൻ്റെ പ്രിയപ്പെട്ട ഭർത്താവിനോടൊപ്പം മക്കളോടൊപ്പം ആയതിൽ എനിക്ക് അതിലും വീണ്ടും ഭയങ്കര സന്തോഷമായിരുന്നു കേട്ടോ. അങ്ങനെ ഒരു ഉറക്കമൊക്കെ കഴിഞ്ഞ് എഴുന്നേറ്റപ്പോൾ തൃശ്ശൂരെത്തി. അവിടെ നിന്ന് ഞങ്ങൾ നേരെ ഊബർ വിളിച്ചിട്ട് വലിയൊരു വണ്ടിയായിരുന്നു, ട്രാവലർ പോലത്തെ ഒരു വണ്ടി. ഞങ്ങൾ 14 പേരുണ്ടായിരുന്നു. അപ്പോൾ എല്ലാവരും കൂടി അതിനകത്തോട്ട് അങ്ങ് പോയി നേരെ ഗുരുവായൂർക്ക്. നമ്മൾ റൂമെല്ലാം മുന്നേ തന്നെ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ റൂമിലെത്തി ഇനി ഫ്രഷായി നേരെ അങ്ങ് അമ്പലത്തിൽ പോകണം. അങ്ങനെ നമ്മൾ റൂമിൽ എത്തിയപ്പോഴാണ് കണ്ടത് നമ്മുടെ റൂമിൻ്റെ തൊട്ട് താഴെ പഴയിടം ഹോട്ടൽ. അപ്പോൾ പിന്നെ വെറുതെ വിടാൻ പറ്റുമോ, നേരെ അങ്ങോട്ട് അങ്ങ് കയറി പിന്നെ ലഗേജൊക്കെ വെക്കാൻ പോയുള്ളൂ. അവിടെ കയറി കട്ട്ലറ്റും ചായയൊക്കെ ഉണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ അത് ഓർഡറും കൊടുത്തിട്ടിരിക്കുകയാണ്. ഞങ്ങൾ എത്തിയപ്പോൾ ഒരുവിധമുള്ള അവിടെയുള്ള സാധനങ്ങളൊക്കെ തീർന്നു പോയി. അങ്ങനെ കട്ട്ലറ്റ് സൂപ്പറായിരുന്നു കേട്ടോ. വെജ് കട്ട്ലറ്റ് ആണെങ്കിൽ കൂടിയും അതിന് നോൺ വെജിനെക്കാട്ടിയും നല്ല ടേസ്റ്റ് ആയിരുന്നു. നല്ല അടിപൊളി കട്ട്ലറ്റ് ആയിരുന്നു. അങ്ങനെ ചായയൊക്കെ കുടിച്ച് ഫ്രഷായി നമ്മൾ റൂമിൽ നിന്ന് അടുത്തത് തൊഴാനായിട്ട് പോവുകയാണ്, ഈ നടയിലേക്ക് പോവുകയാണ്. അപ്പോൾ നമ്മൾ തെക്കേ നടയിലായിരുന്നു റൂം എടുത്തിരുന്നത്. ദേവസ്വം ബോർഡിൻ്റെ ഹോട്ടൽ റൂമായിരുന്നു. മക്കൾക്ക് രണ്ടുപേർക്കും ഒരുപോലെ മഞ്ഞ പാവാടയും പച്ച ഉടുപ്പൊക്കെ തയ്പ്പിച്ചതായിരുന്നു കേട്ടോ. ബാല ഒരുങ്ങി നിന്നപ്പോഴത്തേനും അവളുടെ പാവാടയിലേക്ക് ഐലൻഡർ തട്ടി വീണ് മൊത്തം കുളമായി. കഴിയുമ്പോൾ പിന്നെ അത് എക്സ്ട്രാ സ്പ്രെഡ് ആയതുകൊണ്ട് പിന്നെ അവൾക്ക് വേറെ ഡ്രസ്സ് ഇട്ട് കൊടുത്തു. അങ്ങനെ ഞങ്ങളെല്ലാവരും ഒരുങ്ങി സെറ്റായി വരുന്ന വഴിക്ക് മുല്ലപ്പൂവൊക്കെ വാങ്ങിയിട്ടുണ്ടായിരുന്നു. ഗുരുവായൂരപ്പനെ കയറി തൊഴുതിറങ്ങി. ശ്രീയേട്ടൻ തൊഴുതില്ല കേട്ടോ, ശ്രീയേട്ടൻ അമ്പലത്തിൽ കയറാൻ പറ്റത്തില്ലായിരുന്നു. അങ്ങനെ ഞാനും മക്കളും മാത്രം കയറി തൊഴുതേ ഉള്ളൂ. തൊഴുതിറങ്ങി രാത്രിയിലുള്ള എല്ലാ പൂജകളും കഴിഞ്ഞ് ഭഗവാനെ വച്ച് വലം വയ്ക്കുന്ന ആനപ്പുറത്തെടുത്ത് നമ്മൾ പ്രദക്ഷിണം ചെയ്യിക്കുമല്ലോ, ശീവേലി എന്നാണ് പറയുന്നതെന്ന് തോന്നുന്നു. അതെല്ലാം കഴിഞ്ഞ് എല്ലാം കണ്ട് നല്ല രീതിയിൽ ഇറങ്ങിയിട്ട് തിരിച്ച് നമ്മൾ പഴയടം ഹോട്ടലിൽ വന്നിട്ട് മസാല ദോശ ഓർഡർ ചെയ്തു കേട്ടോ. അപ്പോൾ എന്ത് ടേസ്റ്റാണെന്നറിയുമോ, ഇവിടുത്തെ ഫുഡ് ഒരു രക്ഷയില്ല. എല്ലാവർക്കും അറിയാം പഴയടം ഭയങ്കര രുചിയുള്ള ഫുഡാണെന്നുള്ളത്. പക്ഷേ അത് ഞാൻ ആദ്യമായിട്ട് എക്സ്പീരിയൻസ് ചെയ്യുന്ന ഇത്രയും നല്ല ടേസ്റ്റി ഫുഡാണ്. ജാനു ഓർഡർ ചെയ്ത വെജ് ഫ്രൈഡ് റൈസും കുറച്ച് പനീർ കറിയും ഞാനും കൂടെ ഒന്ന് ടേസ്റ്റ് നോക്കിയ ശേഷം വയറെല്ലാം നിറഞ്ഞ് ഫില്ലായി. ഞങ്ങൾ നേരെ അങ്ങ് റൂമിലേക്ക് പോയി. അപ്പോൾ അത്രയേ ഉള്ളൂ. ടാറ്റാ, ബൈ ബൈ.